സർക്കാർ ആശുപത്രികൾക്കെതിരെയുള്ള മാധ്യമങ്ങളുടെ കൊണ്ടുപിടിച്ച പ്രചാരണത്തിന് പിന്നിലെ അജണ്ട എന്താണ്? പൊതുജനാരോഗ്യ രംഗത്തെ ദീർഘകാലത്തെ പാരമ്പര്യമുള്ള ജനങ്ങൾക്ക് വിശ്വാസമുള്ള സ്ഥാപനങ്ങളാണ് സർക്കാർ മെഡിക്കൽ കോളേജുകൾ. മാത്രമല്ല, ഇന്ന് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആധുനികവൽക്കരിച്ചു കഴിഞ്ഞു. എന്നിട്ടും എന്തിനാണ് സിസ്റ്റം തകരാറിലാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കള്ളപ്രചരണം നടത്തുന്നത്? അത് മനസ്സിലാകണമെങ്കിൽ ഈ മേഖലയിൽ ഇന്ന് നടക്കുന്ന ചില പ്രവണതകൾ കൂടി പൊതുജനം അറിയണം. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളെ കൂട്ടത്തോടെ ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള വിദേശ കുത്തക കമ്പനികൾ വിഴുങ്ങുന്നതിനെക്കുറിച്ച് എത്ര പേർക്കറിയാം? ന്യൂയോർക്ക് സിറ്റി ആസ്ഥാനമായുള്ള ഒരു കമ്പനിക്ക് കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് പൊടുന്നനെ താൽപര്യമുദിക്കുന്നതിന്റെ കാരണം എന്താകും? 1 ലക്ഷം കോടി ആസ്തിയുള്ള അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനിയായ ബ്ലാക്ക് സ്റ്റോൺ ഇൻകോർപ്പറേറ്റഡ് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കേരളത്തിലെ 3 ആശുപത്രികളിൽ ഇതുപോലെ സമാനമായ നിക്ഷേപം നടത്തിക്കഴിഞ്ഞു. 2023നും 2024നും ഇടയിലാണ് ഈ ബഹുരാഷ്ട്ര നിക്ഷേപങ്ങൾ അത്രയും നടന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തെ കിംസ് എന്ന പ്രശസ്തമായ ആശുപത്രിയിൽ മാത്രം 38,000 കോടി രൂപയാണ് ഈ കമ്പനി നിക്ഷേപിച്ചത്.